അലർജി, മൈഗ്രെയിൻ, സൈനസൈറ്റിസ് എന്നീ രോഗങ്ങളിൽ പലവിധ ചികിത്സകൾ നടത്തിയിട്ടും ഫലപ്രദമാവാത്തവർക്ക് ഒറ്റമൂലിയുമായി ഒരു ഡോക്ടർ. കൊല്ലം തട്ടാമലയിൽ നിന്നും 3 കിലോമീറ്റർ പടിഞ്ഞാറ് കോട്ടിക്കട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് എതിർവശത്തുള്ള പയ്യമ്പള്ളിൽ എന്ന വൈദ്യ കുടുംബത്തിലെ അംഗമായ BAMSൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഡോക്ടർ ഡ്യൂബി ജോസ് ആണ് ഇതിന്റെ യഥാർത്ഥ കാരണങ്ങളും പരിഹാരങ്ങളുമായി വെളിപ്പെടുത്തിയിരിക്കുന്നത്. തലമുറകൾക്ക് മുൻപുള്ള വൈദ്യശ്രേഷ്ഠന്മാർ സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെയും പ്രവൃത്തി പരിചയത്തിലൂടെയും ഈശ്വരാനുഗ്രഹത്തിന്റെയും ഫലമായി കണ്ടുപിടിച്ച മരുന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറി പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് പുരാതന പയ്യമ്പള്ളി വൈദ്യ കുടുംബത്തിന് വരദാനം പോലെ കൈമാറി കിട്ടിയ അതിശക്തമായ ഫലപ്രാപ്തി നൽകുന്ന അപൂർവ ഔഷധക്കൂട്ട് ഉപയോഗിച്ച് തയ്യാറാക്കുന്ന തളം നസ്യ ചികിത്സയും ഇതേ തുടർന്ന് ഈ രോഗം വീണ്ടും വരുന്നത് തടയുന്നതിനാവശ്യമായ കുറിച്ചു നൽകുന്ന മരുന്ന് ഏതാനും ദിവസം കഴിക്കുന്നതിലൂടെയും ഈ രോഗങ്ങളിൽ നിന്നും മോചനം ഉറപ്പാക്കാനാകുമെന്നും ഡോക്ടർ ഡ്യൂബി ജോസ് അസന്നിഗ്ധമായി പറയുന്നുണ്ട്. വിവിധ വൈദ്യശാലകളുടെ വിദഗ്ധ ഡോക്ടർമാർ ഉൾപ്പെട്ട സമൂഹത്തിൽ നാനാതുറകളിൽപ്പെട്ട ആയിരങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങളും ഈ ചികിത്സയുടെ മുതൽക്കൂട്ടാണ്. ഒരു തവണത്തെ നസ്യം തളം മാത്രമേ ഇവിടുത്തെ ചികിത്സയിലുള്ളൂ. ഒരു കൈയിൽ മദ്യവും മറുകൈയിൽ മരുന്നുമായി ചികിത്സ തുടർന്ന് രോഗം മാറില്ലെന്നും ഡോക്ടർ പ്രത്യേകം പറയുന്നു. എത്ര പഴകിയ രോഗം പോലും നസ്യം തളം ചികിത്സയിലൂടെ സുഖപ്പെടുത്തുവാൻ സാധിക്കുമെന്നും ചികിത്സയും ഇവയെ തുടർന്നുള്ള മരുന്നും നിർദ്ദേശങ്ങളും പാലിച്ചാൽ ഈ രോഗങ്ങളിൽ നിന്നും മുക്തി ഉറപ്പാക്കാനാകുമെന്നും ഡോക്ടർ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 40 വർഷമായി ഈ ചികിത്സാ രീതി പിന്തുടരുന്ന ആയുർവേദ ഫിസിഷ്യനായ പിതാവിൽ നിന്നും പാരമ്പര്യ ചികിത്സയിൽ പ്രാവീണ്യം നേടിയ ശേഷം കഴിഞ്ഞ 5 വർഷമായി ഡോക്ടർ ഡ്യൂബി ജോസ് ദുബായിൽ സേവനമനുഷ്ഠിക്കുകയാണ്. ഈ ചികിത്സയിലുള്ള പ്രാഗൽഭ്യവും പ്രാധാന്യവും ഫലപ്രാപ്തിയും കണക്കിലെടുത്ത് ദുബായ് സർക്കാരിന്റെ പ്രത്യേക പുരസ്കാരത്തിനും ഡോക്ടർ അർഹയായിട്ടുണ്ട്. ഇതിന്റെ വാർത്തകൾ ദൃശ്യമാധ്യമങ്ങളിലും പ്രധാന ദിനപത്രങ്ങളിലും വന്നിരുന്നു. അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഈ പാരമ്പര്യ വൈദ്യശാഖയെ ദുബായ് സർക്കാർ അംഗീകരിച്ചതിൽ അഭിമാനവും സന്തോഷവും ഉണ്ടെന്നും ഡോക്ടർ പറയുന്നുണ്ട്. ഞരമ്പുകളുടെ അസാധാരണമായ സങ്കോച വികാസം മൂലം ഉണ്ടാകുന്ന ശക്തമായ തലവേദനയാണ് മൈഗ്രെയിൻ. യാത്ര ചെയ്യുക, വെയിൽ കൊള്ളുക, ശബ്ദം, പ്രകാശം, ടെൻഷൻ, അമിത ചൂട്, തണുപ്പ്, പീരീഡ് സമയത്തെ ഹോർമോൺ വ്യതിയാനം തുടങ്ങി പലതും ഈ രോഗത്തിന്റെ ട്രിഗർ ഫാക്ടേഴ്സ് ആണ്. ചിലർക്ക് യാതൊരു കാരണം കൂടാതെ തലവേദന ഉണ്ടാവാറുണ്ട്. ചിലർക്ക് മണിക്കൂറുകളോളം, ചിലർക്ക് ദിവസങ്ങളോളം ഈ തലവേദന നീണ്ടു നിൽക്കാറുണ്ട്. കണ്ണിന്റെ കാഴ്ച തകരാറ് മുതൽ സ്ട്രോക്കിന് വരെ ഈ രോഗം കാരണമായി തീരാറുണ്ട്. മാത്രവുമല്ല, ഈ നമ്മൾ ഉപയോഗിക്കുന്ന വേദന സംഹാരി ഗുളികൾ ചില സമയത്ത് കിഡ്നിയുടെ പ്രവർത്തനം തന്നെ ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. മൈഗ്രെയിൻ ചികിത്സയിൽ നസ്യം ചെയ്യുക, തളം വയ്ക്കുകയാണ് ചെയ്യുന്നത്. 1 മണിക്കൂർ ദൈർഘ്യം മാത്രമേ ചികിത്സയ്ക്കുള്ളൂ. കുട്ടികൾക്ക് വരെ ചെയ്യാവുന്നതും യാതൊരു പാർശ്വഫലങ്ങളോ അസ്വസ്ഥതകളോ ഉണ്ടാകുന്ന ചികിത്സയാണിത്. വളരെ പഴക്കമില്ലാത്ത രോഗം അന്ന് തന്നെ വളരെ പഴക്കമുള്ള ഒരു രോഗം ഈ ചികിത്സ തുറന്ന് കുറിച്ച് തരുന്ന മരുന്ന് ഏതാനും ദിവസം കഴിക്കുന്നതോടെ പൂർണ്ണമായും മാറുന്നതാണ്. എല്ലാവരും ഉള്ളിൽ സ്വാഭാവികമായി ഉയരുന്ന ചോദ്യമുണ്ട്, മൈഗ്രെയിൻ പൂർണ്ണമായിട്ട് മാറുമോ, വീണ്ടും ഉണ്ടാകുമോ? ഇതിനുള്ള ഒരേ ഒരു ഉത്തരം, എന്റെ പിതാവിന്റെ 6 വർഷത്തെ ചികിത്സാ പാരമ്പര്യത്തിലും എന്റെ 40 വർഷത്തെ ചികിത്സാ അനുഭവത്തിലും ചികിത്സിച്ച 10,000-ങ്ങളിൽ ഒരാൾക്ക് പോലും ഈ രോഗം സുഖപ്പെടാതിരുന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. 1 ഇയർ മുമ്പ് അല്ലെങ്കിൽ ഏകദേശം 10 മാസമായി കാണും ഞാനൊരു ട്രീറ്റ്മെന്റ് എടുത്തിരുന്നു. പിന്നീട് ഇതുവരെ എനിക്ക് തുമ്മലെന്നൊരു പ്രശ്നം ഉണ്ടായില്ല. അതിനു വേണ്ടിയിട്ട് ഒരു 4-5 മാസം വെയിറ്റ് ചെയ്യാമെന്ന് വെച്ചു. ട്രീറ്റ്മെന്റ് എടുത്ത് കുറേ നാൾ നമ്മൾ വെയിറ്റ് ചെയ്തു, തിരിച്ചിത് വീണ്ടെടുക്കുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ പൂർണ്ണമായിട്ടും എനിക്ക് മാറി. കൊല്ലം പയ്യമ്പള്ളി പാരമ്പര്യ ചികിത്സാ കേന്ദ്രം എന്നാണ് അവിടുത്തെ പേര്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ പേര്. പിന്നെ കൂട്ടിക്കട എന്ന് പറഞ്ഞ സ്ഥലത്താണ് കൊല്ലത്ത്. അപ്പം നമ്മൾ അവിടെ പോയി അന്വേഷിച്ചപ്പോൾ കുറച്ച് ചുറ്റിക്കറങ്ങിയാലും നമ്മൾ കറക്റ്റ് സ്ഥലത്തെത്തി. അവിടെ പോയതിനു ശേഷം അദ്ദേഹം ആ നാരങ്ങാനീരും കുരുമുളകും വെച്ചിട്ട് എന്തോ ഒന്ന് മിക്സ് ചെയ്തിട്ട് തന്നു. അത് ആദ്യം കഴിച്ചു. അതിനുശേഷം അദ്ദേഹം തലയിൽ, എൻ്റെ കൂടെ ഒരുപാട് പേഷ്യൻസ് ഉണ്ടായിരുന്നു, എനിക്കൊരു ബെഡ് തന്നിട്ടുണ്ടായിരുന്നു. ആ ബെഡിലാണ് ഞാൻ ഇരുന്നത്. എൻ്റെ തലയിൽ ആദ്യം ഒരു മരുന്ന് വെച്ചു. അതുപോലെ എൻ്റെ കൂടെയുള്ള പേഷ്യൻസിനെല്ലാം അങ്ങനെ തന്നെയാണ് ചെയ്തത്. അതിനുശേഷം ഒരു നിശ്ചിത സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മൂക്കിലേക്ക് മരുന്നിറ്റിച്ചു. 2 ദ്വാരത്തിലേക്കും മരുന്നിറ്റിച്ചു. അതിനുശേഷം നിശ്ചിത സമയം വീണ്ടും കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു മരുന്ന് മൂക്കിലേക്ക് ഒഴിച്ചു. വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മെഡിസിൻ വീണ്ടും മൂക്കിലേക്ക് ഒഴിച്ചു. ലാസ്റ്റ് ഒഴിച്ച മെഡിസിൻ എനിക്ക് മൂക്കിന് നീറ്റിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനത് സഹിച്ചു. കാരണം എൻ്റെ തുമ്മൽ മാറണം എന്നുള്ളതായിരുന്നു എൻ്റെ ഏക ഒരു ആഗ്രഹം. അപ്പോൾ അത് കാരണമായിട്ട് അത് നമ്മൾ സഹിച്ചു. വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമില്ല, ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറൊക്കെ കാര്യമേ ഉള്ളൂ. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു അവിടെ വാഷ്റൂം ഉണ്ട്, അതിൽ പോയി കുളിക്കണം. അപ്പം ഈ ട്രീറ്റ്മെന്റ് എടുത്തവരെല്ലാം ഓരോ വാഷ്റൂമിൽ കയറിയിട്ട് കുളിച്ച് തലയൊക്കെ തോർത്തി. അതിനായിരുന്നു തോർത്തിയതിന് ശേഷം നമ്മൾ തിരികെ വന്നു, അദ്ദേഹത്തിനെ കണ്ടു. അദ്ദേഹം പറഞ്ഞു എനിക്ക് ട്രീറ്റ്മെന്റ് എടുത്തതിന് വന്ന റേറ്റ് 1500 രൂപയാണ്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു
ആയുർവേദ മെഡിസിൻസ് കുറച്ച് എഴുതി തന്നു. അത് എല്ലാവർക്കും നിർബന്ധമില്ല, ഓരോരുത്തരെ കണ്ടതിന് ശേഷമാണ് അത് നമുക്ക് തരുന്നത്. അപ്പോൾ എനിക്ക് ആയുർവേദ മരുന്ന് 3 മാസത്തേക്ക് തന്നു. അത് ഞാൻ പുറത്ത് ഏതെങ്കിലും ആയുർവേദ സെന്ററിൽ അല്ല ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്നോ ഏതെങ്കിലും ആയുർവേദ ശാലയിൽ നിന്നോ വാങ്ങിയാൽ മതി, ഔഷധശാലയിൽ നിന്ന് വാങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. അതിനുശേഷം ഇന്ന് വരെ ഞാൻ 3 മാസം വെയിറ്റ് ചെയ്തു. പലരും നസ്യം ചെയ്താൽ വീണ്ടും വരും എന്നുള്ളൊരു കാര്യം പറഞ്ഞതുകൊണ്ട് 3 മാസം ഞാൻ വെയിറ്റ് ചെയ്ത് തിരിച്ചു വരുമോ, ഈ തുമ്മൽ വീണ്ടും തിരിച്ചു വരുമോ എന്ന് നോക്കി. പിന്നീട് ഇന്ന് വരെ വന്നിട്ടില്ല. ഏകദേശം ഇപ്പോൾ 10 മാസത്തോളമായി ഞാൻ ഈ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് ഇതുവരെ എനിക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. തുമ്മൽ, വിട്ടുമാറാത്ത തുമ്മൽ, മൂക്കൊലിപ്പ്, മൂക്കടപ്പ്, കണ്ണ്, ചെവി, തൊണ്ട എന്നുള്ള അസഹ്യമായ ചൊറിച്ചിൽ, ഇതുകൊണ്ട് കഷ്ടപ്പെടുന്ന നിരവധി ആൾക്കാർ നമ്മുടെ ചുറ്റിനുമുണ്ട്. മിക്കവരും തൽക്കാല രോഗശമനത്തിന് ഏതൊരു അലോപ്പതി മരുന്നിനെ ആശ്രയിക്കും. എന്നാൽ അലർജി കാലക്രമേണ വിട്ടുമാറാത്ത കഫക്കെട്ടും ആസ്മയുമായി തീരുമെന്ന് മിക്കവർക്കും അറിയില്ല. കൂടിയ ഗുളികൾ പോലും ഫലപ്രദമാകാതെ വരുമ്പോഴോ ഈ മരുന്നുകളുടെ നിരന്തര ഉപയോഗം കൊണ്ട് പ്രമേഹം, പ്രഷർ, അൾസർ തുടങ്ങിയ രോഗം വരുമ്പോൾ മാത്രമാണ് നമ്മൾ മറ്റു ചികിത്സകൾ ചിന്തിക്കുന്നത്. ഇവിടെ തുമ്മൽ ചികിത്സയിൽ നസിഞ്ചിയ തളം വയ്ക്കുക, 1 മണിക്കൂർ ദൈർഘ്യമുള്ളും പഴക്കമില്ലാത്തവരുടെ രോഗം അന്ന് തന്നെയും വളരെ പഴക്കമുള്ള രോഗം ഈ ചികിത്സയെ തുടർന്ന് പറഞ്ഞു തരുന്ന മരുന്ന് ഏതാനും ദിവസം കഴിക്കുന്നതോടെ പൂർണ്ണമായും മാറുന്നതാണ്. അലർജി ഉള്ളവർക്ക് പ്രതിരോധ ശക്തി കുറവായിരിക്കും. അതുകൊണ്ടാണ് കാലാവസ്ഥ വ്യതിയാനം, കാറ്റ്, തണുപ്പ്, പൊടി മുതലായ കാരണമായിത്തീരുന്നത്. ഈ ചികിത്സയ്ക്ക് ശേഷം രോഗപ്രതിരോധ ശക്തിക്ക് മരുന്ന് പറഞ്ഞു തരുന്നതുകൊണ്ട് രോഗം വീണ്ടും ഉണ്ടാകുന്നത് പൂർണ്ണമായി തടയാൻ സാധിക്കുന്നു. നമുക്കറിയാം, അസുഖ മരുന്ന് അലോപ്പതി മരുന്ന് കഴിക്കും, നിർത്തി കഴിയും വീണ്ടും ഉണ്ടാകും. ഇതേ സംഭവം തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ പ്രമേഹത്തിന് സുഖപ്പെടുത്താൻ മിക്ക ദിവസവും പരസ്യം കാണാറുണ്ട്. നമുക്കറിയാം, പരസ്യം കൊടുക്കുന്നവർക്കും വായിക്കുന്നവർക്കും അറിയാം പ്രമേഹം സുഖപ്പെടുത്താനാവില്ലെന്ന്. ഇത്തരത്തിലുള്ള പരസ്യങ്ങളെയും ഇത്തരത്തിലുള്ള മരുന്നുകളെയും നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇവിടുത്തെ ചികിത്സയിലൂടെ രോഗം സുഖമാക്കപ്പെട്ട അലോപ്പതി ആയുർവേദ ശാഖയിലെ വിദഗ്ധ ഡോക്ടർമാർ രോഗികളുടെ ചികിത്സയ്ക്ക് അയക്കുന്നത് ഈ സ്ഥാപനത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. കോട്ടയം കുറവളിങ്ങാടുള്ള കുര്യാസ് ഹെൽത്ത് ഹോസ്പിറ്റൽ ഡോക്ടർ അനീഷ്, കായംകുളത്തുള്ള ഡോക്ടർ നവീൻ തുടങ്ങി വളരെയധികം ഡോക്ടർമാർ ധാരാളം രോഗികളെ ചികിത്സയ്ക്കായിട്ട് അയക്കുന്നുണ്ട്. വരിക, ഈ രോഗത്തിന് നസ്യന്തളം ചികിത്സയാണ് ചെയ്യുന്നത്. ഈ നസ്യന്തളം ചികിത്സിക്കുന്നതോടെ എത്ര പഴക്കമുള്ള രോഗവും അതിന്റെ കാഠിന്യം അന്ന് തന്നെ കുറയാൻ തുടങ്ങും. ഇതേ തുടർന്ന് കുറിച്ചു വരുന്ന ആയുർവേദ മരുന്ന് ഏതാനും ദിവസം കഴിക്കുന്നതോടെ രോഗം ക്രമേണ കുറഞ്ഞു മാറുന്നതാണ്. ഈ രോഗം പഴകുമ്പോൾ ശ്വാസകോശം ചുരുങ്ങുമെന്നോ ഭാവിയിൽ ദൈനംദിന ജീവിതത്തെ ബാധിക്കുമെന്ന് മിക്ക ആൾക്കാർക്കും അറിവില്ല. 75 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും ശ്വാസകോശം നല്ല രീതിയിൽ ചുരുങ്ങിയവർക്കും ഈ ചികിത്സ ചെയ്യുന്നതല്ല. മനോരോഗം, വിട്ടുമാറാത്ത ചിന്ത, ഭയം, ദേഷ്യം, അലസത, ഉറക്കക്കുറവ്, നിരാശ തുടങ്ങിയവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. ഈ ചികിത്സയിൽ നസിഞ്ചിയ ഒരു തൈലം, തലത്തേക്കരി എണ്ണ ഇവ തന്നയിക്കാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ തലച്ചോറിലെ രാസമാറ്റങ്ങൾ ഫലപ്രദമായി നിയന്ത്രിച്ചു നിർത്തുന്നതിന് ആവശ്യമായ ആയുർവേദ മരുന്നിന് പറഞ്ഞു തരും. ഈ ചികിത്സ തുടങ്ങി ഏകദേശം 1 മാസത്തിനുള്ളിൽ തന്നെ രോഗലക്ഷണം ഒന്നൊന്നായിട്ട് കുറഞ്ഞു വരുമ്പോൾ ഈ ചികിത്സ ഫലപ്രദമായി നമുക്ക് മനസ്സിലാക്കാം. ഹൃദ്രോഗികൾ നാക്കിനിടയിൽ ഗുളിയുടെ ഹൃദയത്തിന് കിട്ടുന്ന അതേ ഗുണമാണ് നസീമ തലച്ചോറിന് കിട്ടുന്നത്. അതുപോലെ തന്നെ എണ്ണ തേച്ച് കുടിക്കാന്നുള്ളത് ഓരോ എണ്ണയും ഓരോ തളത്തിന് ഗുണമാണ് കിട്ടുന്നത്. നമുക്കറിയാം, ഈ ചികിത്സ സുഖപ്പെടുത്തുന്നതിൽ തളത്തിന് പ്രധാന പങ്കുണ്ട്. അതുപോലെ എത്ര അലോപ്പതി ഗുളിക കഴിച്ചാലും ചിന്തകൾ, ദേഷ്യം ഇവ പൂർണ്ണമായിട്ട് മാറത്തില്ല. എന്നാൽ ഈ ചികിത്സയിൽ ആദ്യം കുറയാൻ തുടങ്ങുന്നത് ചിന്തകൾ, ദേഷ്യം തന്നെ ആയിരിക്കും. സൈനസൈറ്റിസ്, അലർജിയുമായി ബന്ധപ്പെട്ട രോഗമാണ് സൈനസൈറ്റിസ്. നേസൽ പോളിപ്പ്, നേസൽ സെപ്റ്റൽ ഡീവിയേഷൻ, അലർജി മൂലം ഉണ്ടാകുന്ന നേസൽ കൺജഷനുള്ള മൂക്കടപ്പ്, ഈ വക കാരണങ്ങളാൽ ഫ്രണ്ടൽ, മൈക്സിലറി, എത്മോയിഡ്, സ്പീനോയിഡ് തുടങ്ങിയ ക്യാവിറ്റിയിലെ കഫം നിറയുന്നതാണ് സൈനസൈറ്റിസ് എന്ന രോഗം. കഫം നിറഞ്ഞുണ്ടാകുന്ന പ്രഷർ മൂലം തലവേദന ഉണ്ടാവാറുണ്ട്. ഇൻഫെക്ഷൻ മൂലം തലവേദന ഉണ്ടാവാറുണ്ട്. സാധാരണ കഫക്കെട്ട് വരുമ്പോൾ ഡോക്ടറെ സമീപിക്കും, ആന്റിബയോട്ടിക് കഴിക്കും. ഏതാനും ആഴ്ച കഴിയുമ്പോൾ വീണ്ടും കഫക്കെട്ടുണ്ടാവും, ആന്റിബയോട്ടിക് കഴിക്കും. ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കും. ഇവിടെ നമ്മൾ നസ്യം ചെയ്ത് കഫം കളഞ്ഞിട്ട് വീണ്ടും കഫം ഉണ്ടാകാതിരിക്കാനും അലർജിക്ക് മരുന്ന് കഴിക്കുന്നതോടെ ഈ രോഗം പൂർണ്ണമായി മാറുന്നതാണ്. ഈ ചികിത്സയ്ക്ക് ശേഷം ഈ ചികിത്സ കഴിയുന്നതോടെ മൂക്കിലെ ദശ വളർച്ച ക്രമേണ കുറഞ്ഞ് മൂക്കടപ്പ് മാറുന്നതാണ്. മൂക്കിന്റെ പല ഒരു ഭാഗത്തേക്ക് നന്നായി വളഞ്ഞിരുന്ന് അല്പം പോലും വായു പോകാൻ പറ്റാത്ത വിധത്തിൽ അടഞ്ഞിരുന്ന മാത്രമേ സർജറിയുടെ ആവശ്യം വേണ്ടി വരുന്നുള്ളൂ. പൂർണ്ണമായും ചികിത്സ സുഖപ്പെടുത്തുന്ന രോഗം തന്നെയാണ്. ഇത്തരത്തിലുള്ള രോഗാവസ്ഥയെ നേരിടുവാൻ നമ്മുടെ ശരീരത്തെ സജ്ജമാക്കിയാൽ ഈ രോഗത്തിൽ നിന്നും മോചനം ഉറപ്പാക്കാനാകുമെന്നും ഡോക്ടർ ചൂണ്ടിക്കാട്ടി. രോഗങ്ങളുടെ ചികിത്സയ്ക്ക് ആവശ്യമായ ഫലപ്രദമായ മരുന്നുകൾ ആയുർവേദത്തിൽ ഉണ്ടെന്നും ഏതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് പ്രയോഗിക്കുന്നതിലാണ് ചികിത്സ വിജയം കാണുന്നതെന്നും ഡോക്ടർ കൂട്ടിച്ചേർത്തു.